ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ വീഡിയോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഇത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളി. അത്ര ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് സംഭവം ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ. അത്ര അടിപൊളി ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഞങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോ എന്നുള്ളതൊന്ന് കണ്ടോക്കിയേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാഷിംഗ് മെഷീനിലൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം, അതിൽ നമ്മൾ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് ആ തുണി വിരിച്ചിടാൻ ടൈമിലുള്ളൊരു ബുദ്ധിമുട്ടില്ലേ. കാരണം വേറെ ഒന്നുമില്ല, അതും ഇട്ട് പിരിഞ്ഞ് ആകെ നമ്മൾ ചൂടിക്കയർ പിരിയും പോലെ ഉണ്ട് പിരിയും. എന്നിട്ട് അതിന് ഓരോന്നോരോന്ന് വലിച്ചൂരി നമുക്ക് വിരിച്ചിടാനുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കരമാണല്ലേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യമായിട്ടത് ആ നേരം നമുക്ക് കല്ലുമ്മ അലക്കി അത് അങ്ങോട്ട് വിരിച്ചിട്ടാൽ അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. കുറേ കാലമായിട്ട് ഞാനത് വാഷിംഗ് മെഷീനിലിട്ടില്ലേ ഇല്ല, ഫുൾ അലക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള അടിപൊളി ട്രിക്ക് ഞാൻ കണ്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട് അടിപൊളി ട്രിക്കാണേ. ഒന്നുമില്ല, സെപ്പറേറ്റ് തുണി കിടക്കും, അത് നമ്മൾ എടുക്കുക വിരിച്ചിടുക, അത്ര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും എന്താണ് വീഡിയോ എന്നുള്ളതൊന്ന് കണ്ടോക്കട്ടോ. എളുപ്പമാണ്, സിമ്പിളാണ്, കുഞ്ഞു വീഡിയോ ആണ്, നമുക്കാണെങ്കിലോ നന്നായിട്ട് ഉപകാരപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ശരി, എല്ലാവരും വീഡിയോ കണ്ടോക്കി. അങ്ങനെ അലക്കാനുള്ള തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലിക്വിഡാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ സോപ്പ് പൊടിയോ ലിക്വിഡോ എന്താണോ ഓരോരുത്തർ ഉപയോഗിക്കണമെങ്കിൽ അതിട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ നിറച്ചതിന് ശേഷം ഒരു 3 പ്ലാസ്റ്റിക് കവറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3-4 മതി. ഇനിയിപ്പോൾ നിറച്ച് തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 കവർ മതി കേട്ടോ. അപ്പോൾ കവർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ അലക്കി ഉണങ്ങി നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും കേട്ടോ. കാരണം ഒന്നുമില്ല, ഓരോ തുണി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഈ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനത്തെ വല്ലാത്തൊരു ചുക്കിച്ചുളിവൊന്നും ഉണ്ടാവില്ല, ചെറിയ രീതിയിലൊരു ചുളിവൊക്കെ ഉണ്ടാവും കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് തുണികൾ കിട്ടിയിട്ടുള്ളത്. ഓരോന്ന് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ, ആകെ ചുരുണ്ട് കൂടി കിടക്കലല്ലേ. ഇനി പിന്നെ വാഷിംഗ് മെഷീൻ മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയില്ല. ഇവിടെ അങ്ങനെയാണ് സാധാ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ പ്രയോഗം. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടിപൊളിയായിട്ട് 100-101% റിസൾട്ട് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. പിന്നെ എന്താ പറയുക, കവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കൊണ്ടുവരുന്ന കവർ ഫസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം അതിലിടാൻ കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വരുമല്ലോ, അപ്പോൾ ആ കവർ ഫസ്റ്റ് സോപ്പ് പൊടിയിൽ എന്തെങ്കിലും ഇട്ടൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ഇറച്ചി മീനൊന്നും കൊണ്ടുവരുന്ന കവർ അതിലിട്ടിട്ട് പിന്നെ വേറെ ബാഡ് കമൻ്റ് ഒന്നും എഴുതാനായിട്ട് വരരുത് കേട്ടോ. അപ്പോൾ ശരി, അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.